ഹായ് മക്കളെ, ഏക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓണപരീക്ഷ എഴുതി 2.5 ചാപ്റ്റർ പഠിച്ചു, ക്രിസ്മസ് എഴുതി ശേഷം 2.5 ചാപ്റ്റർ പഠിച്ചു, മെയിൻ എക്സാം ബാക്കിയുള്ള 2.5 ചാപ്റ്റർ പഠിച്ചാൽ പോരാ. പഠിക്കേണ്ടത് ഏതാണ്, എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓരോ ചാപ്റ്ററിനും കൃത്യമായി എക്സാമിന് മാർക്ക് കറക്റ്റായിട്ട് ചോദിക്കും. അത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന് ഇത്ര മാർക്കാണെന്ന് കേട്ടോ. സോ ഞാൻ നേരെ അതിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ സമയം കളയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. 1-ാം ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. 8 മാർക്കാണ് ഈ ചാപ്റ്റർ സാധാരണ ചോദിക്കാറുള്ളത്. 8 മാർക്കാണ്. ചില ചെറിയ വേരിയേഷൻ, ചിലപ്പോൾ 7 മാർക്കാവാം, ചിലപ്പോൾ 9 മാർക്കാവും. അങ്ങനെ മാത്രമേ വേരി ചെയ്യുള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. റെസിസ്റ്റേഴ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷന്, പിന്നെ സർക്യൂട്ട് ഡയഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യം വരുന്നതാണ്. കറണ്ടിൻ്റെ പ്രോബ്ലംസ് വരും, ഇഷ്ടം പോലെ സാധനമുണ്ട്. പ്രോബ്ലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ. 8 മാർക്കിൽ ചോദിക്കും. 2-ാം ചാപ്റ്റർ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഇവിടുന്നാണ് മിക്കവാറും നിങ്ങൾക്ക് ഒരുപാട് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 മാർക്കിന് ചോദിക്കാറുണ്ട് ഇവിടുന്ന്. അതായത് നമ്മുടെ യു മാഗ്നറ്റ് വെച്ചിട്ട് മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ, അതേപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമ്മളറിയാമല്ലോ ആ ഒരു പിന്നെ കോമ്പസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ട്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് ഏത്? ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇവിടുന്നും ഏകദേശം 8 മാർക്കിന് എക്സാമിന് ചോദിക്കും. നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ഇവിടുന്ന് 8 അല്ല, മിക്കവാറും ചിലപ്പോൾ 10 മാർക്ക് വരെ ചോദിക്കാനുള്ള കണ്ടന്റ് ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഏത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണല്ലേ. റിഫ്ലക്ഷൻ ലൈറ്റിൽ ഏറ്റവും കുഞ്ഞു കാര്യങ്ങളോ വരുന്നുള്ളൂ. അവിടെ നമുക്ക് മിറേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്, റേ ഡയഗ്രം പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാർക്കിനാണ് ഇവിടെ നിന്ന് ചോദിക്കാറുള്ളത്, റിഫ്ലക്ഷൻ ലൈറ്റ് ചോദിക്കാറുള്ളത് കേട്ടോ. പക്ഷെ അതേ സമയത്ത് നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? റിഫ്രാക്ഷൻ, അപവർത്തനം. അവിടുന്ന് ഏകദേശം 9 മാർക്കോളം ചോദിക്കാറുണ്ട്. 9 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, 8 9 മാർക്കിന് ചോദിക്കാനുള്ള കണ്ടന്റ് കിടക്കണ്ട. കാരണം നമുക്ക് എന്താണ് റിഫ്രാക്ഷൻ എന്ന് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ലെൻസിനെ പറ്റി പഠിക്കാനുണ്ട്, പിന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കാനുണ്ട്, ലെൻസിൻ്റെ പ്രോബ്ലംസ്, റേ ഡയഗ്രാംസ്. വലിയ ചാപ്റ്ററാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ല മാർക്കിൻ്റെ കണ്ടന്റ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രോബ്ലംസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രോബ്ലംസ് ഉറപ്പായിട്ട് ഇവിടുന്ന് ചോദിക്കും. സോ 8 മുതൽ 9 മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അടുത്താണ് എന്ത്? വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ഏറ്റവും രസമുള്ള ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. പക്ഷേ ഇവിടുന്ന് കൂടുതലായി ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഏകദേശം 6 മാർക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ അനലൈസ് വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. 6 മാർക്കോടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ ഒരു പോർഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എനർജി മാനേജ്മെന്റ്, ഊർജ്ജ പരിപാലനം. ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചോദിക്കാറുണ്ട്? നമുക്ക് എക്സാമിന് ചോദ്യം ചോദിക്കും. ലൈൻ ബൈ ലൈൻ ചോദിക്കാനുള്ള കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കോളിൻ്റെ കാര്യങ്ങൾ പഠിക്കണം, ഫ്യൂവൽ എന്താണെന്ന് പഠിക്കണം, അതേപോലെ കലോറിഫിക് വാല്യൂ പഠിക്കണം, പിന്നെ ഹൈഡ്രജൻ ഫ്യൂൽസിൽ പഠിക്കണം, പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന പിന്നെ സോളാറിൻ്റെ കാര്യങ്ങൾ, വിൻഡ് മില്ലിൻ്റെ കാര്യങ്ങൾ, ന്യൂക്ലിയർ എനർജി, വാട്ട് ഈസ് ഗ്രീൻ എനർജി, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമുക്ക് ഏകദേശം 5 മാർക്ക് അല്ലെങ്കിൽ 4 മുതൽ 5 മാർക്കാണ് ചോദിക്കാറുള്ളത്. ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളും അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസും ഒക്കെ മനസ്സിലാക്കി നമ്മളോട് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് വലിയ വേരിയേഷൻ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും അവെയർ ആവേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രണ്ട്സിന് ഇത് മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. സോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കണ്ടൊക്കെ നമ്മൾ തരാൻ പോവാണ്. സോ എല്ലാവരും നല്ല സെറ്റായിട്ട് കൂടെ നിൽക്കുക. ഏഗൺ റേസ് നിങ്ങളെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരെ